യേശുവിൻ പിൻപിൽ മക്കളെ ഇങ്ങോട്ട് പോകാനുറച്ച് പിന്മാറാതെ ഞാൻ മാറാതെ പിന്മാറാതെ ഞാൻ മാറാതെ I have decided to follow Jesus. I have decided to follow Jesus. I have decided to follow Jesus. No turning back, no turning back. മക്കളെ, എൻ്റെ ദൈവമക്കൾ എല്ലാവരും എന്നെ നോക്കി, പ്രത്യേകിച്ച് എസ്പെഷ്യലി യങ്സ്റ്റേഴ്സ്. നിങ്ങൾ കണ്ടോ ക്രൂശിൽ കിടന്ന ഒരാൾ പിടയ്ക്കുന്നത്? കണ്ടോ? തലയിലടിച്ച മുള്ള് കണ്ണിലൂടെ പുറത്തേക്ക് തള്ളുക. അറവുശാലയിൽ ഒരു കുറ കിടക്കുന്ന പോലെ ശരീരം തീക്കകത്ത് കിടക്കുക. അവിടെ കിടന്നുകൊണ്ട് ഒറ്റ കരച്ചില്ല. എന്റെ ദൈവമേ, നീ എന്നെ കൈവിട്ടത് എന്താ? അങ്ങനെ തീക്കകത്ത് കിടക്കുന്ന, ദൈവക്രോധത്തിൽ കിടന്ന് വേകുന്ന യേശുവിന്റെ ക്രൂശിനെ കാണിച്ചിട്ട് പൗലോസ് ചോദിച്ചൊരു ചോദ്യമാണ്, എത്ര പേരുണ്ട് ആ ക്രൂശിന്റെ അടി വന്ന് നിൽക്കാൻ? മക്കളെ, എന്നെ നോക്കിയേ, നിങ്ങൾ കണ്ണടച്ച് നിൽക്കാതെ എന്നെ നോക്കിയേ. നിങ്ങൾ നേഴ്സ് ആകണം, നിങ്ങൾ ഡോക്ടർ ആകണം, നിങ്ങൾ പൈലറ്റ് ആകണം, നിങ്ങൾ സിഎക്കാരാകണം, നിങ്ങൾ ആർക്കിടെക്ടർ ആകണം, നിങ്ങൾ ഉയരണം. പക്ഷെ ഒരു സാധാരണ സുവിശേഷകൻ എന്നുള്ള നിലയിൽ എനിക്ക് നിങ്ങളോട് ഒറ്റ ചോദ്യം ചോദിക്കേണ്ടത്, എന്തെല്ലാം ഉയർച്ച ദൈവം തന്നാലും എനിക്ക് യേശുവിന്റെ വേല ചെയ്യണം. ഇനി കണ്ണെല്ലാം നടച്ചേര്. All of you please close your eyes. ഈ കാനം സെന്ററിലെ അഭിഷേകമുള്ള മാതാപിതാക്കൾക്ക് ജനിച്ച ഈ മക്കളോട് ഞാൻ ചോദിക്കുന്നു, Are you ready to go? കർത്താവിന് വേണ്ടി നിൽക്കാൻ എത്ര പേർക്ക്? അങ്ങനെയുള്ളവർ മാത്രം കൈ എന്ന് സ്വർഗത്തിലേക്ക് ഉയർത്തി. കുഞ്ഞുങ്ങൾ മക്കളെ, ആരുടെ നിർബന്ധം കൊണ്ടല്ല. നിന്മാർവോടു ചേരട്ടെ ഞാൻ. കൈ ഉയർത്തി പിടിക്കും മക്കളെ. യേശുനാഥ, നീയാണ് എല്ലാം. യേശുനാഥ, മക്കളെല്ലാം പാട്. പിതാവ്, ഞാൻ അകന്നാലും നീ അകലില്ല, ഞാൻ മറന്നിട്ടും നീ മറന്നില്ല. ഓ എന്റെ എല്ലാം നീയേ, എൻ ജീവനും പ്രാണനും. മക്കളെ, കൈ ഉയർത്തി എന്നോട് ചേർന്ന് പറ, എന്റെ എല്ലാം നീയേ, എൻ ജീവനും പ്രാണനും. ഒരു ഭയങ്കര ദൈവിക സ്പർശനം ഈ യോധന നടക്കുക. ഒരു ഭയങ്കര ദൈവിക സ്പർശനം ഈ യോധന നടക്കുക. കാനം സെന്റർ IPCക്ക് ചിന്തിക്കാൻ കഴിയാത്ത ലെവലിലോട്ട് കയറാൻ പോവാ. എന്റെ എല്ലാം നീയേ, കൈ ഉയർത്തി. എന്റെ ജീവനും പ്രാണനും. ദൈവമക്കൾ എല്ലാവരും ആ കൈ ഒന്ന് ഉയർത്തി. എന്റെ എല്ലാം നീയേ. യേശുവെന്ന് വിളിക്കും മക്കളെ, യേശുവെന്ന് വിളിക്കുക. കരയാകി കരയ, കരയാകി കരയ. യേശുവെന്ന് വിളിക്കാകി വിളിക്ക. വിളിക്ക്, ഉറക്കെ വിളിക്ക്. ഈ ഹോള് മുഴുവൻ വിളിക്ക്. ആമേ. ചോരക്കകത്ത് കുളിച്ചു കിടക്കുന്നവനെ, നിന്റെ ചോട്ടി നിൽക്കാൻ ഞാൻ തയ്യാറാ. ദൈവക്രോധത്തിന്റെ തീക്കകത്ത് കിടക്കുന്നവന്, സ്വർഗീയ പിതാവേ, എന്റെ പ്രിയപ്പെട്ട മക്കളെ, ഈ യൗവനക്കാരെ നിറഞ്ഞ മനസ്സോടെ അപ്പന്റെ കയ്യിലോട്ട് തരികയാണ്.
കർത്താവിന്റെ വരവ് താമസിച്ചാൽ ഇന്ത്യയെ ഇളക്കുന്ന കൊടുങ്കാറ്റായി മക്കൾ മാറട്ടെ. ദെബോരയേക്കാൾ, രൂത്തിനേക്കാൾ, എസ്തേറിനേക്കാൾ, പ്രിസ്കില്ലയേക്കാൾ തീ പാറുന്ന